റെസ്റ്റോറൻറ്റ് ഫുഡ് കിട്ടാൻ ഡിലേ ആയതാന്ന് പറഞ്ഞപ്പോൾ ഒരു എന്നോട് ചോദിച്ചു ഇത്ര ഇങ്ങനെ ഡിലേ ഒന്നും ഇല്ലായിരുന്നല്ലോ. അത് തമിഴിലാണ് ചോദിക്കുന്നത് കേട്ടോ. എനിക്ക് അറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഇങ്ങനെ തപ്പി പറഞ്ഞെങ്കിൽ പിടിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് തമിഴ് ഇങ്ങനെ വലിയ വശമില്ലെന്ന് മനസ്സിലായി. ഇത് പറയാൻ വശമില്ല മനസ്സിലായി. എന്നുള്ള ക്യാമറ വ്ളോഗ് യൂട്യൂബ് വണ്ടി എവിടെ നിർത്തിയാൽ ഇതാട്ടോ അവസ്ഥ. ഓരോരുത്തർ ഒന്ന് ചോദിക്കുന്നു പോകുന്നു കാണുന്നവരും പോകുന്നവരൊക്കെ ചോദിക്കില്ല എന്നത് എന്താ സംഭവം എന്നുള്ളത്. ഇങ്ങനെ എന്താ അല്ല ഞാൻ വെച്ചോ വ്ളോഗ് பண்ணதுக்கு യൂട്യൂബ് വ്ളോഗ് ഇത് ഗോപ്രോ ക്യാമറ ഫുൾ വ്ളോഗ് നോക്കുന്നത് ഒരു 5 ഗ്രേ ജീവിനൊക്കെ നോക്കൂലേ അതേപോലെയൊക്കെ നോക്കുന്ന ചിലവർ. അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കുറവല്ല, എന്താ പറയുക, എല്ലാവരും നോക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം. ഞാൻ വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ചെന്നൈ സീരീസ് അല്ലേ എനിക്ക് തോന്നുന്നു ഒരു 3-ാമത്തെ 4-ാമത്തെ വ്ളോഗാണിത്. കാരണം അത്രയും ഡിലേ ആകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈക്കും കാര്യങ്ങളും എത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ലീവും കാര്യങ്ങളൊന്നുമില്ല. ലീവ് എനിക്ക് പറയുകയാണെങ്കിൽ തീരെ ലീവ് കിട്ടുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആകിടുന്ന ശനിയും ഞായറും. ആ ശനിയും ഞായർ തന്നെ നമ്മളെന്താ അലക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോകും. അപ്പം അതിനോണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. പിന്നെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഒന്നാമത് ക്യാമറ ഈ ഗോപ്രോൻ്റെ മൈക്ക് മാത്രം വെച്ചിട്ട് എനിക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ മൈക്കും കാര്യങ്ങളും എത്താനുള്ളൊരു ഡിലേ, അത് വാങ്ങാനുള്ളൊരു ഡിലേ, അതിനോണ്ടാണ് ഇത്ര ഡിലേ ആയി പോയത്. ഓക്കെ അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് ഇനി ഏകദേശം കണ്ടിന്യൂസ് വീഡിയോ ഇല്ലെങ്കിലും ഒരു എന്താ പറയുക ആഴ്ചയിൽ ഒരു 3-4 വീഡിയോ എന്തായാലും. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ സീരീസ് ആണ്. അപ്പോൾ ചെന്നൈയിൽ എങ്ങനെയൊക്കെയാണ് ഡെലിവറി ചെയ്യേണ്ടത് ആ കാര്യമാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചെന്നൈയിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, സ്വിഗ്ഗിയിൽ ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ടെസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, കോൺടാക്ട് ചെയ്യാൻ തന്നെ എന്നെ കോൾ ചെയ്യരുത്. മാക്സിമം കോൾ ചെയ്താൽ കിട്ടൂല. എനിക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ, അല്ലെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി, അങ്ങനെ ഷിഫ്റ്റാണ് വരുന്നത് കമ്പനിയിൽ. അപ്പോൾ അതിനോണ്ട് തന്നെ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കാരണം പറ്റൂല. എനിക്ക് എന്തായാലും ഒരു ദിവസം ഒരു 10-12 കോൾ ഉച്ചയാകുമ്പോൾ തന്നെ വരും. അപ്പോൾ ഫുഡ് കഴിക്കുള്ള 1/2 മണിക്കൂറിലാണ് ബാക്കിയുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യൽ. അപ്പോൾ അതിലും നല്ലത് എല്ലാവരും ഒന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കുറച്ചും കൂടെ ഒരു ഉപകാരപ്പെടുമായിരുന്നു. അപ്പം എനിക്ക് നോക്കാനും കാര്യങ്ങൾ സുഖം, ഐഡിയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കാനും കുറച്ചുകൂടെ സുഖമാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ സ്വിഗ്ഗിയിൽ ജോയിൻ താല്പര്യം ജസ്റ്റ് മാക്സിമം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോൾ ചെയ്യരുത്. കോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 8 മണിക്ക് ശേഷം കോൾ ചെയ്യാം. 8 മണി ഒരു 10 മണി വരെ. അപ്പോഴത്തേക്ക് ഉറങ്ങും. 10 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങും ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഓൾ സെറ്റ്. അപ്പോൾ എൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഓർഡർ എടുക്കാനുള്ള ടോട്ടൽ ഏണിങ്സ് വരുന്നത് 30 രൂപയാണ് ഒരു ഓർഡർ നമ്മൾ വരുന്നത്. എത്ര 4 കിലോമീറ്റർ 5 കിലോമീറ്റർ എങ്ങനെയാണ് എൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നോക്കാം. പിന്നെ ഞാൻ അവിടെ കണ്ട വേറൊരു മാറ്റം വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു ഹോട്ടൽ ഐ ഡി തന്നെയാണ് എന്താ ഒരു ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ തന്നെ ഒരു 10-12 ഹോട്ടൽ ഐ ഡീൻ്റെ പേരിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. നാട്ടിലെ 2 മാക്സിമം കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക ഒരു ഹോട്ടലിൽ തന്നെ 2 ഐ ഡി വെച്ച്. പക്ഷേ ഇവിടെ അങ്ങനെ 10-12 ഹോട്ടലിൽ ഇതൊക്കെ കൊടുക്കുന്നത്. ഒക്കെ ഒരു ഹോട്ടലിൽ നിന്നും കാണിച്ചാൽ അപ്പോൾ പോകുന്നത് അങ്ങോട്ടാന്ന് തോന്നുന്നു ഇവിടുത്തെ ഓർഡർ. ഞാൻ വലിങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഇവിടെ ഓർഡറെന്നല്ല ഹോട്ടലും കാര്യങ്ങളും വലിങ്ങനെ പിടി കിട്ടിയിട്ടില്ല ഇതുവരെ. എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ആകെ ഒറ്റ ഇതേ ഉള്ളൂ ഫുഡ് കൊടുക്കുന്നത്. അതിൽ തന്നെയാണ് 10-12 ഇത് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കേ, അല്ലല്ല ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെയായിരുന്നു. ഇത് വേറെ മഹേന്ദ്ര സിറ്റിൻ്റെ അവിടെയാണുള്ളത് ഈ ഹോട്ടലിരുന്ന്. അതിനൊക്കെ മുന്നേ എനിക്ക് ആദ്യം ഒന്ന് പെട്രോൾ അടിക്കാൻ. പിന്നെ ഈ വേറെ ഇന്നലെ അബദ്ധം പറ്റിൻ്റെ വണ്ടീൻ്റെ ചെയിൻ സോക്കർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കംപ്ലൈൻറ്റില്ല, ചങ്ങല രീതിയിൽ തന്നെ അടിക്കാൻ തുടങ്ങിയില്ല. അപ്പം ചങ്ങല മാറാൻ പോയി. ഇങ്ങനെ വാങ്ങാൻ പോയ ടൈമിൽ അവർ തന്ന ചങ്ങലയും എൻ്റെ ശരിക്കുള്ള ചങ്ങലയും വേറെ രണ്ടു. അപ്പോൾ അതൊന്നും എടുക്കണം. അപ്പം ഇന്ന് വന്നാൽ തരാമെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ വന്നാവോ അതൊന്ന് വാങ്ങട്ടെ ആദ്യം. അണ്ണാ ഞാൻ എപ്പം വരാം. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു.
ഇന്നലെ NS-160 ചെയിൻ സോക്കറ്റ് വാങ്ങാം ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു സാധനം തന്നു, അതിനകത്ത് നോക്കിയപ്പോൾ NS-160 എന്നാണ് കണ്ടത്. പക്ഷേ വർക്ക്ഷോപ്പ് കാണിച്ച പോലും പറഞ്ഞു ഇതല്ല റെൻ്റ് എന്ന് പറഞ്ഞത്, മോഡൽ വ്യത്യാസം ഉണ്ടെന്ന് ഏറ്റവും പറഞ്ഞു അവർ. അപ്പോൾ ഇവ കൊടുത്തപ്പോൾ പിന്നെ അറിയില്ല, ഇനിയിപ്പോൾ എനിക്ക് മിക്കവാറും സർവീസ് സെൻ്റർ തന്നെ കൊടുക്കേണ്ടി വരും. ഞാനാണ് പൈസ തിരിച്ച് വാങ്ങിയിട്ടില്ല, പൈസ തന്നെ റീഫണ്ട് വാങ്ങണം. ഇല്ല സാധനം ഇല്ലെങ്കിലും പൈസ റീഫണ്ട് വാങ്ങണം. അവരൊന്ന് വന്നാൽ തരാമെന്നൊക്കെ പറഞ്ഞത്. പിന്നെ അവരെന്തൊക്കെയോ അവളവളം പറയുന്നുണ്ട്, സംഭവിക്കും മനസ്സിലാവുന്നില്ല. അവർ ഹിന്ദിയിൽ എന്തൊക്കെ പറയുന്നത്, ഹിന്ദി തന്നെയാണോ അറിയില്ല വേറെ കാര്യം. അപ്പോൾ ഇതാണ് മഹേന്ദ്ര സിറ്റി ജംഗ്ഷൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് മഹേന്ദ്ര സിറ്റി വരുന്നത്. ആ സംഭവം അങ്ങോട്ട് ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ കാര്യങ്ങൾ. അതിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ട് പോലീസും കാര്യങ്ങളും വരില്ല എന്നാണ് ഇവർ പറയുന്നത്, ഇവിടെ ചോദിച്ചപ്പം പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഉള്ള ഫുള്ള് കമ്പനികളുടെ തിക്കും തിരക്കാം, മുക്കിൽ മൂലയും തിക്കും തിരക്കാം. കാണിച്ചു തരാം, പോകുന്നവർ കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞതാ, ചെന്നൈയിൽ വരുന്നവരുടെ ഫുഡ് കാര്യം പറഞ്ഞാൽ ഫുഡ് നല്ല രീതിയിൽ തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന ദിവസം, ഇത് ഫസ്റ്റ് ഡേ വന്ന ദിവസം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പിന്നെ ആദ്യം കാണാൻ ഒരു പാനിപൂരി ഇല്ലേ, അതാണ്. അതിങ്ങനെ മറ്റാളിങ്ങനെ മുക്കി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ പൊന്നളിയാ സീന് വെച്ചാൽ വൻ സീനാ. കണ്ട പാടിക്കാറ് എന്താ പറയുക, ഛർദ്ദിക്കാനും വരിക, എന്ത് ചെയ്യണം കഴിക്കണം എന്നുണ്ട്. ഏത് പാനിപൂരി അല്ല, ഞാൻ ഫസ്റ്റ് നമ്മൾ ഫുഡ് സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം കാണുന്ന സീനത് പാനിപൂരി. ഇങ്ങനെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ ഏത് പാനിപൂരി കൊടുക്കുന്ന സ്റ്റൈല് അതെന്നെ കറക്റ്റ്. അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. പിന്നെ വെച്ചുണ്ടാക്കാൻ പറയാൻ വെക്കാനും അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയും. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ ന്യൂഡിൽസ്, അതേപോലെ തന്നെ ബ്രെഡും ജാമും, ബ്രെഡും പിന്നെ ബട്ടറും അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത്. നമുക്ക് 1-2 നേരം ഫാമിലിയിൽ ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഒരു നേരമാണ് സീന് വരുന്നത്. പിന്നെ റൂമുള്ളവരൊക്കെ ഉണ്ടാക്കൂ, പക്ഷെ അവർ പോകുമ്പോഴൊക്കെയാണ് പെടുക. ഇന്നിപ്പോൾ അവർ പോയി. അയ്യേ, ഞാൻ ഇവിടെ എവിടെയാണല്ലോ. തൻസീൻ അപ്പോൾ അവിടെയാണ്, അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കേണ്ടത്. വേറെ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കയ്യിൽ പൈസ ഇല്ല, പെട്രോൾ അടിക്കാൻ കഴിയുമ്പോൾ പൈസ. ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല, അത് വേറെ സീന്, അത് മറ്റൊരു സീന്. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ സീനാണ്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. സെൽഫി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറുന്ന സമയത്ത് ഗൂഗിൾ പേ വർക്കാവില്ല. ഏത് പെട്രോളും വരെ ഗൂഗിൾ പേ എടുക്കില്ല. അപ്പം നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ കൈമ തന്നെ പൈസ ആണ്. അങ്ങനെ ഒരു ചെറിയ സീനുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓർഡർ ശരിക്കും 12:31 റെഡി ആവേണ്ടതാണ്. ഓർഡർ റെഡി കൊടുത്തിട്ടില്ല, നോക്കാം. സ്വിഗ്ഗി ഓർഡർ ഇവിടെ 2424 ഇതായാ റെഡി? ഓക്കെ. ആ എങ്ങനെ, എന്താ? അല്ല ഞാൻ വെച്ചോ. വ്ളോഗ് പണ്ണതുക്ക്, യൂട്യൂബ് വ്ളോഗ്. ആ ഇത് GoPro ക്യാമറ. ഫുൾ വ്ളോഗ്, സ്വിഗ്ഗി ഫുൾ. റെക്കോർഡിങ് അതാ, റെക്കോർഡിങ്. വ്ളോഗ് പണ്ണതുക്ക് അതാ. അത് ഞാൻ എന്താ இந்த ആപ്പിൽ തമിഴ് തരുമോ? हिंदी वो पे कैपकट है, ये ऐप से मैं एडिट करेगा कैपकट. एंड GoPro से ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ക്യാമറ ഉണ്ടപ്പോൾ എന്തുമില്ല അതിശയം പോലൊക്കെ. ഇതാരെ പോയി വിളിച്ച് കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ് ഓർഡർ ഇട്ടിട്ട് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് അധികം വെക്കാറില്ല. ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ തന്നെ ഒരുമാതിരി നോട്ടാ. അതിനിടയിൽ കൂടെയാണ് ക്യാമറയും കൂടെ വെക്കുന്നത്. ഇതാണ് ഞാൻ പച്ച ഹെൽമെറ്റ് ഇങ്ങനെ എടുത്ത്
എടുത്ത് കാണിക്കും ഹെൽമെറ്റ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുമാതിരി ഒരു നോട്ടം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ചോദിച്ചെന്താ ഗോപ്രോ കാര്യങ്ങളാണോ ക്യാമറ റെക്കോർഡിംഗ് ആണോ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരന് വ്ളോഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദിവസം കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കുറിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ഞാൻ. മൈക്ക് ഇവർക്ക് എന്താ പറയുക, മൈക്ക് इनबिल्ट बाइक है बट क्वालिटी वेरी पुअर. बाद में उसको कंप्यूटर नहीं, ये देखो इधर एक अडाप्टर है. अच्छा, उसी से तुम ले सकते हैं. हाँ, मोबाइल से तो हो जाएगा ना एडिट करके. हाँ, मोबाइल ऐप इருக்கு. एक GoPro Quik. ये GoPro है क्या? ये GoPro कितना लिया था? इसको नियरली 30,000. एंड ये GoPro Quik है. ये है GoPro का ऐप. इसी में जाके सब कुछ ऐड करना, इससे लेके ऐड. ये डाउनलोड करें, वी कैन डाउनलोड फ्रॉम GoPro डायरेक्टली एंड एडिट फ्रॉम माय दिस CapCut और एनी. इसके लिए कौन सा बेटर है? रील्स एनी एडिटिंग वी कैन. എല്ലാവരും തുറച്ചു നോക്കുന്നു. താങ്ക് യു. അശ്വിൻ SCLD. അശ്വിൻ 230 ಮುಂಜೆ ಟೈಮ್ ಮುಂಜೆ 12 மணிடா 1 மணிடா. ஒன்று பிரியாணி ஆஃப் பண்ணி வைக்கணும், ரெடியான பிறகு ஆன் பண்ணி வைக்கணும். 1 மணி நேரமாக உட்காந்து இருப்பாங்க சும்மா. അപ്പോൾ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എഗ് ബിരിയാണി. ഓക്കെ, एग बिरयानी OTP 8450 8450. ഓക്കെ 405. ഓക്കെ, താങ്ക് യു. അപ്പം എൻ്റെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് ഇപ്പോഴാണ് കിട്ടുന്നത്. സമയം ഏകദേശം 1:08 ആയിട്ടുണ്ട്. എനിക്ക് 12:30 ഫുഡ് കിട്ടുന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് ഫുഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ പറയേണ്ടി പോകുന്നത് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട്. എനിക്ക് പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാനും പോയിട്ടില്ല, വേറെ കാര്യം. അപ്പോൾ ഇനി ഇത് കൊണ്ട് കൊടുക്കണം. അതിപ്പോൾ എനിക്ക് ഏകദേശം പോകേണ്ടത് ലേക്ക്വുഡ്, എനിക്ക് വന്ന് അങ്ങോ അയ്യോ ബാക്കോട്ടാണ് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഓൾ സെറ്റ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അധികം ആരും ഹെൽമെറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്യാമറയും കൂടെ വെച്ച് പോകുമ്പോൾ അതിൻ്റെതാണ് എല്ലാവരും നോക്കുന്നതെന്ന് തോന്നുന്നു. ചിലവർ നോക്കുമ്പോൾ പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു നോട്ടം ചിലവർ നോക്കുന്നത്. ഒരു 5 ഗ്രേ ജീവിനൊക്കെ നോക്കൂലേ, അതേപോലെയൊക്കെ നോക്കുന്ന ചിലവർ. അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കുറവല്ല, എന്താ പറയുക, എല്ലാവരും നോക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോക്കൊന്നുമില്ല. ഇടയ്ക്ക് എന്താ നോക്കട്ടെ, ഇനി ഓരോ നോക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാം. അതിനൊരു മറ്റേ എന്നോട് അപ്പോൾ റെസ്റ്റോറൻറ്റ് നിൽക്കുമ്പോൾ തന്നെ എന്നോട് ഒരുപാടില്ല, എനിക്ക് തോന്നുന്നു 3-4 പേരും ചോദിച്ചെന്ന് തോന്നുന്നു, ഇതെന്നാ ക്യാമറ ആണോ വ്ളോഗാണോ അങ്ങനെയൊക്കെ ചോദിച്ച്. കാരണം ഇവിടെ അധികം അങ്ങനെ ഇല്ലല്ലോ, അതിനോണ്ടായിരിക്കും ഇങ്ങനെ ഹെൽമെറ്റിൻ്റെ മുകളിലൊരു ക്യാമറയും കൂടെ വന്നപ്പോൾ ചോദിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ആദ്യം പെട്രോൾ അടിക്കണം. അപ്പോൾ ATMലൊക്കെ പോയിട്ട് ഇവരെന്തായാലും ഫുഡ് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതിനോട് ATMലൊക്കെ പോയിട്ട് പൈസയൊക്കെ എടുത്തിട്ട് വന്നു. ഗായ്സ്, ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 1:15 ആയിട്ടുണ്ട്. എനിക്ക് വന്ന് കസ്റ്റമർ ഒരു 12 മണി 12:15 ടൈമിൽ എന്തായാലും ഓർഡർ ചെയ്യുന്നുണ്ടാവും. കാരണം എനിക്ക് ഫുഡ് റെഡി കാണിച്ചത് 12:30. അപ്പോൾ മിക്കവാറും കസ്റ്റമർ അതിലേക്കും കേൾക്കേണ്ടി വരും. അവർ പിന്നെ പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നത് അതും പ്രശ്നമില്ല, അതങ്ങ് പോയി കിട്ടൂ. പറയുന്നില്ലായിരിക്കും, പറയാം. സംഭവം ഫുഡ് റെഡി ആകാൻ വേണ്ടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞോക്കാം. GPS എവിടെ പണ്ടാരോ സ്ഥലമൊക്കെ പഠിച്ചു പറഞ്ഞാൽ എന്നാലേ ഇത് കാര്യമുള്ളൂ. ഇറങ്ങി തന്നെ പഠിക്കണം സ്ഥലങ്ങൾ. ഇങ്ങനെ എപ്പോഴും GPS വെക്കാൻ പറഞ്ഞാൽ നടക്കുന്നതല്ല. പിന്നെ അതല്ലേ മറ്റേത് സാധനം വാങ്ങിയാൽ ഏത് നമ്മളെ കഴുത്തിന് മുകളിൽ കൂടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, റെയിൻബോസും കാര്യങ്ങളൊക്കെ, അത് ഇട്ടാൽ പിന്നെയും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പം എന്തായാലും ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പറവൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പോകുന്നുണ്ടല്ലേ, ഫുൾ അപ്പാർട്ട്മെൻറ്റ് കളിയാണ്. അങ്ങും തുറന്ന് ഇങ്ങ് വരെ ഇങ്ങനെ നീണ്ടു കിടക്കണം. അങ്ങോട്ട് അപ്പാർട്ട്മെൻറ്റ് തന്നെ ഉള്ളൂ. അതേപോലെ നമ്മൾ
നേരെ മഹേന്ദ്ര റിസർച്ച് സെൻറ്റർ ഭാഗത്ത് പോകുന്ന സമയത്താണ് കമ്പനികൾ ഫുള്ളുള്ളത്. അവിടെയാണ് BMW, ഫോഴ്സ്, ഇവിടെ എവിടെയാണല്ലോ ലൊക്കേഷൻ മാറിയോ, ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വന്നിട്ടേ ലൊക്കേഷൻ നോക്കാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു മഹേന്ദ്ര ലേക്ക് വുഡ്സ്. ഇതന്നെ. ഫുഡ് ഓർഡർ ഇருக்கு അங்கே ഇനി നമുക്ക് കയറി പോകാൻ കഴിയുമോ? ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വരുമെന്നൊന്നും അറിയില്ല, എന്ന് ചോദിച്ചു നോക്കിയിട്ട് നോക്കാം. ക്യാമറയിൽ ചാർജും കുറവാണ്, ആകെ 36% എങ്ങനെ ഉള്ളല്ലോ. ചാർജൊക്കെ മറന്നുപോയി. സീന് എല്ലാം കൊണ്ടും സീനാണ്. C205. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഹെൽമെറ്റ് വെച്ചിട്ട് പോവാം. എഴുതാണ്ടോ? അശ്വിൻ. ഹെൽമെറ്റ്? ഓ അതാണോ പറയുന്നത്? ഗൈസ് അങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. കാരണം ഒരു 12:15 എങ്ങനെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു. എൻ്റെ എത്ര ഡിലേ ആയി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ഫുഡ് കിട്ടാൻ ഡിലേ ആയതാന്ന് പറഞ്ഞപ്പോൾ ഒരു എന്നോട് ചോദിച്ചു ഇത്ര ഇങ്ങനെ ഡിലേ ഒന്നും ഇല്ലായിരുന്നല്ലോ. അത് തമിഴിലാണ് ചോദിക്കുന്നത് കേട്ടോ. എനിക്ക് അറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഇങ്ങനെ തപ്പി പറഞ്ഞെങ്കിൽ പിടിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് തമിഴ് ഇങ്ങനെ വലിയ വശമില്ലെന്ന് മനസ്സിലായി. ഇത് പറയാൻ വശമില്ല മനസ്സിലായി. ഞാൻ ഉള്ളതൊക്കെ പറഞ്ഞ് ഫുഡ് ഡിലേ ആയതാണ്, കിട്ടാൻ ഡിലേ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പിന്നെ പറഞ്ഞു ഇത്ര ദിവസം ഡിലേ ആയില്ലല്ലോ എന്ന്. ഞാൻ എന്താക്കാനാ എന്നോട് ലാസ്റ്റിന് ചോദിച്ചത് ഏതാ ഹോട്ടൽ ചോദിച്ചാൽ പറഞ്ഞ് ടൈംസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും കാലം ഫുഡ് കോർണറായിരുന്നു. പക്ഷേ ഫുഡ് കോർണർ എന്താ ഫുഡ് കോർട്ട് അങ്ങനെ എന്താ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനോടേക്ക് ഡിലേ ആയെന്ന് പറഞ്ഞ് അവർ വിട്ട്. ഞാൻ നല്ല രീതിയിൽ തന്നെ കേൾക്കും തന്നെ വിചാരിച്ചു. കാരണം അത്രയും ഡിലേ ആയില്ലേ. ഏത് 1.5 മണിക്കൂർ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന 1:30 1:26 ഇപ്പോൾ 1.5 മണിക്കൂർ അടുത്ത് ഡിലേ ആയിന്. ഞാൻ കേട്ടത് അത് വലിങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് ഉണ്ടാണോ എന്ന് എനിക്കറിയില്ല അവർ വലിങ്ങനെ പറയാത്തത്. അങ്ങനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയ ടോട്ടൽ 50 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അത് വെയിറ്റിംഗ് ടൈം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 50. എനിക്ക് അത്ര കിട്ടിയാൽ പോരാൻ തോന്നുന്നു. ഇപ്പോൾ 20 രൂപയ്ക്കാണ് വെയിറ്റിംഗ് ടൈം എനിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളത്. നോക്കട്ടെ ഒന്ന്. കാഴ്ച ഇങ്ങനെ രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ എനിക്ക് 29 രൂപയാണ് ടോട്ടൽ ഏണിങ്സ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് 4.9 കിലോമീറ്റർ എനിക്ക് ഓടാനും ഉണ്ട്. ബിരിയാണി ലൈഫ് ഇത് എന്തെങ്കിലും പോയി നോക്കാം എവിടേക്കാന്നുള്ളത്. ഓ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റോറൻറ്റ് നേരത്തെ പറഞ്ഞില്ല. അതായത് അയ്യോ കൊണ്ടുപോയി കൂടി പോയി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഷോപ്പിൽ തന്നെ ഒരു 10-20 റെസ്റ്റോറൻറ്റ് പേരിൽ ഫുഡ് കൊടുക്കുന്നത്. അതാണ് ഈ റെസ്റ്റോറൻറ്റ്. സ്ഥലം കാണിച്ച റെസ്റ്റോറൻറ്റ്. എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. പക്ഷേ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ കാണിച്ചു തരാം. അവിടേക്ക് തന്നെ അല്ലേ പോകുന്നത്, അവിടേക്ക് തന്നെ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുറേ റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഒറ്റ ഒരു ഷോപ്പ്, ആ ഒരു ഷോപ്പിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് പേരിൽ സ്വിഗ്ഗിയിൽ അക്കൗണ്ട് എന്നിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ ചെങ്കൽപ്പേട്ട് മഹേന്ദ്ര സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് അത്. റെസ്റ്റോറൻറ്റ് ഷോപ്പ് കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതൊരു ഷോപ്പാണത്. ജസ്റ്റ് കാണിച്ചുതരാം, കണ്ടത് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് ഒരു 10-15 റെസ്റ്റോറൻറ്റ് പേരുള്ളത്. അവിടെ ചിലപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ഒരുപാട് കമ്പനീൻ്റെ പേര് ഇതൊക്കെ വെച്ചിട്ടുള്ള കാണാം. ഇതിപ്പോൾ ഒന്ന് ബിരിയാണി ലൈഫിലെ ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് സെൽഫി വയ്ക്കുന്നേ? ക്യാമറ വ്ളോഗ് യൂട്യൂബ്. വണ്ടി എവിടെ നിർത്തിയാൽ ഇതാട്ടോ അവസ്ഥ. ഓരോരുത്തരൊന്ന് ചോദിക്കുന്നു പോകുന്നു കാണുന്നവരും പോകുന്നവരൊക്കെ ചോദിക്കില്ല എന്നത് എന്താ സംഭവം എന്നുള്ളത്. പുള്ളിക്കാരൻ സ്വിഗ്ഗിയാണോ? സ്വിഗ്ഗിയാ? ഞാൻ മഹേന്ദ്ര സിറ്റി. ഞാൻ പുതുസാ ഒരു 2 days 3 days.
അപ്പോൾ ലീവ് കിടച്ച സ്വിഗ്ഗി, ലീവ് കിടക്കുമ്പോൾ ഇത് പാർട്ട് ടൈമാണ് വർക്ക് പണ്ണു. ഐസൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്താ ലക്നൗ ചിക്കൻ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. ഒന്നാമത് ക്യാമറയിൽ ചാർജും കുറവാകെ 10% എങ്ങനെ ഉള്ളൂ. മിക്കവാറും അത് വഴിക്ക് ചോഫാനുള്ള ചാൻസ് ഉണ്ട്. തീരെ ബാറ്ററിയൊക്കെ കിട്ടുന്നില്ല. ആകെ അത്രയൊക്കെ ഉള്ളൂ. MAH കുറവാണല്ലോ. അപ്പോൾ ഫുഡ് എടുത്തു. ഫുഡ് എന്താ OTP അടിക്കണം ഇനി. അമ്മീ ഇവിടുത്തെ ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂടാട്ടോ. OTP അവിടെ 9743 ഫുൾ കംപ്ലീറ്റ് ആയി. F ബ്ലോക്ക് ഡോർ നമ്പർ 420. ഓക്കെ. 4 കിലോമീറ്ററോ. അപ്പം എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാം. പിന്നെ അവിടുത്തെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മേലൊക്കെ ഒരുമാതിരി പുകയിൽ എനിക്ക് കാലത്ത് നിന്നുള്ളൂ. ഭയങ്കര പുകച്ചിൽ, ഭയങ്കര ചൂട്. അവിടെ എത്ര ഒന്ന് 37 ഡിഗ്രിയോ അങ്ങനെ എന്തോ ഉണ്ട്. 37-35 ഡിഗ്രി എങ്ങാനും ഉണ്ട് ടെമ്പറേച്ചർ വരുന്നത് ഇവിടെ. ഒടുക്കത്ത ചൂടാൻ്റെ അമ്പോ. സീന് വൻ സീന്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി 4 കിലോമീറ്റർ കൊണ്ട് പോകാനുണ്ട്. പോയിട്ട് കൊടുക്കാം എന്താ അവസ്ഥ. മേലൊക്കെ വേർത്തിയാ. ഞാൻ ഇറങ്ങുമ്പോൾ കുളിച്ചതാ, ഫുള്ള് വേർപ്പായി. ഞാൻ ഇവിടെ ഐറിസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്? വെളിയിലാ വണ്ടിയാ? ഓ ഓക്കെ. ചൂടാണോ? ഇവിടെ എവിടെയും വെക്കാനാണ് പറയുന്നത്. ഇനിയിപ്പോൾ F ബ്ലോക്ക് ഇതിലാ ഹെൽമെറ്റാ അങ്ങനെ. എങ്ങനെയാണ് 2ാം ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം ഓർഡർ ഡെലിവറി ചെയ്ത സമയത്തേക്ക് കിട്ടിയ ടോട്ടൽ ഏണിങ്സ് ശേഷം കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ പോലും. ടോട്ടൽ ഏണിങ്സ് എനിക്ക് 89 രൂപയാണ് വന്നിട്ടുള്ളത്. 2 ഓർഡറും കൂടെ 89 രൂപയാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഓർഡർ എനിക്ക് 50 രൂപയും അതുപോലെ 2ാമത്തെ ഓർഡർ എനിക്ക് 39 രൂപയാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ റേറ്റ് കാർഡും കാര്യങ്ങളും കാണിച്ചു തരാം. റേറ്റ് കാർഡ് ഇവിടെ ഇതാണ് ഇവിടെ ഇൻസെൻറ്റീവ് പ്ലാനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഓർഡർ ഏണിങ്സ് 250 രൂപ ആക്കിയാൽ ഇൻസെൻറ്റീവ് 125. അതേപോലെ തന്നെ ഓർഡർ ഏണിങ്സ് 475 ആക്കിയാൽ ഇൻസെൻറ്റീവ് 250 രൂപയാണ് വരുന്നത്. ഇത് പാർട്ട് ടൈമിൻ്റെ ആയിട്ട് വരുന്നത്. ഇത് ഡെയിലി ഇൻസെൻറ്റീവിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ വീക്ക്ലി ഇൻസെൻറ്റീവ് കാര്യം നോക്കുന്ന സമയത്ത് ഓർഡർ ഏണിങ്സ് 1500 ഇൻസെൻറ്റീവ് 450 രൂപയും അതേപോലെ തന്നെ ഓർഡർ ഏണിങ്സ് 2226 രൂപയ്ക്ക് 900 രൂപയാണ് ഇൻസെൻറ്റീവ് വരുന്നത്. അപ്പോൾ നമ്മളെ കോഴിക്കോടൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതലാട്ടോ അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ചെങ്കൽപ്പേട്ട് മഹീന്ദ്ര സിറ്റീൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യം ബുക്ക് ചെയ്യണം. നമ്മൾ സൊമാറ്റോയിൽ കോഴിക്കോടല്ല കേരളത്തിലൊക്കെ സൊമാറ്റോയിൽ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെന്നൈയിൽ ഷിഫ്റ്റ് ആദ്യം ബുക്ക് ചെയ്യണം. ഇവിടെ പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 5:30 തൊട്ടിട്ട് പിറ്റേ ദിവസം 5:30 വരെ, അതായത് 24 മണിക്കൂടെ സ്വിഗ്ഗി അവൈലബിൾ ആണെന്നാണ് ഇവിടെ കാട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വേറെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല രീതിയിൽ തന്നെ നല്ല വിശപ്പുണ്ട് ഉള്ള പറയാലോ. ഒന്നാമത് ഇവിടെ ചൂടെങ്കിൽ തീരെ പറ്റുന്ന ചൂടിങ്ങനെ വേർത്തൊഴുകുക. ഞാനിങ്ങനെ വെയിലടിച്ചിട്ടെ എന്താണ് സ്റ്റാർട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഒന്ന് പറയുന്നു അല്ലെങ്കിലേ വയസ്സിലാണ്ട് അതിനിടയിൽ കൂടെ ചട്ടവും കൂടാണ്ടെന്നാൽ അയ്യോ ആവൂല. അപ്പോൾ ഇത് അങ്ങോട്ട് പോയാണ് പറവൂർ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം മോഡേൺ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. കേരളത്തിൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്ര മോഡേൺ രീതിയിലൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ക്യാമറ ചാർജ് വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ അവർക്ക് അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാരണം ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ള കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം എന്താ കമ്പനിയിൽ അതിനുണ്ട്, കമ്പനിയിൽ ഫോണും കാര്യങ്ങളൊന്നും അലൗഡല്ല. അതിനോട് എന്താ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മാക്സിമം വാട്സപ്പിൽ അയക്കാം. കോൾ ചെയ്യാൻ എന്നുള്ളവരുണ്ട്. ഒരു 7 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുക. അപ്പോഴെങ്കിൽ ഫോൺ കൈമ കിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് കോളിങ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പറയുന്നത്. എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ അടിച്ച് നിർത്താണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ബൈ.